വലിയ വീഴ്ചയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടോ? സാറേ, കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ആ വീഴ്ചയിൽ ഇപ്പം നിലവിലില്ല. കാരണം ആ CCTV ഫുട്ടേജ് കണ്ട് കാണുന്ന ആർക്കും മനസ്സിലാകും ഞാൻ ജീവനോടെ ഇപ്പോൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും സംശയമാണ്. കാരണം എനിക്ക് ഇന്നലെ തൊട്ട് എനിക്ക് വരുന്ന കോളുകളിൽ എല്ലാവരും പറയുന്നത് ഞാൻ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതം എന്ന രീതിയിലാണ് അവരെന്നോട് പറയുന്നത്. കാരണം എനിക്കും ഇതുവരെ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ എങ്ങനെ ഇപ്പം ജീവനോടെ ഉണ്ടെന്ന്. കാരണം അത്ര അതിഭീകരമായിട്ടുള്ളൊരു ആക്സിഡൻ്റായിരുന്നു എനിക്ക് സംഭവിച്ചത്. ഏകദേശം ഒരു 20 മീറ്ററോളം ഞാനും എൻ്റെ ബൈക്കും മുന്നോട്ട് റോഡിൽ കൂടി ഉരഞ്ഞു നീങ്ങി പോവുകയായിരുന്നു. കാരണം എനിക്ക് നായ വരുന്നത് എനിക്ക് കാണാൻ പറ്റില്ല സാറേ. തൊട്ട് സൈഡിലുള്ള ഒരു പുരയിടത്തിൽ നിന്ന് പെട്ടെന്ന് ഓടി കയറിയതായിരുന്നു. പെട്ടെന്ന് വണ്ടി എൻ്റെ ഉണ്ടായിരുന്നു സാറേ. 3-4 അപ്പോൾ ആ പുരയിടത്തിൽ മൊത്തവും പട്ടികളായിരുന്നു. ആ ഏരിയയിൽ മൊത്തവും പട്ടികളായിരുന്നു. ഞാൻ വരുന്ന വഴിയിൽ തന്നെ 2 എണ്ണത്തെ ഒഴിവായി സേഫായിട്ടാണ് വന്നപ്പോൾ കുറച്ച് മുന്നോട്ട് വരുന്ന വഴിയിലായിരുന്നു വീണ്ടും ഇത് പറ്റിയത്. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിലോട്ട് വന്നങ്ങ് ചാടുകയായിരുന്നു. എനിക്ക് ബ്രേക്ക് ഇടാനോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റിയില്ല. ഞാൻ ഡയറക്റ്റ് അതിനെ ചെന്ന് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ഫോഴ്സിൽ വണ്ടി ഒന്ന് സൈഡിലോട്ട് ആഞ്ഞ് പിന്നെ ഒരു 20 മീറ്ററോളം റോഡിൽ കൂടെ ഉരഞ്ഞ് നീങ്ങി. ആ വീഴ്ചയിൽ എൻ്റെ കൈക്ക് സാരമായ ചെറിയ സ്ക്രാച്ച്, കൈമുട്ടിൻ്റെ സൈഡിൽ ചെറിയ സ്ക്രാച്ച്. വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയോ ദൈവാധീനമോ എന്തോ മഹാഭാഗ്യം എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം പ്രേക്ഷകർ ഈ TV-യിൽ കാണുന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ആ അപകടം ഉണ്ടായിട്ടും കൈക്ക് നേരിയ പരിക്ക് എന്ന് പറയുന്നത് അഖിൽ മഹാഭാഗ്യമാണ്. സാറേ, തീർച്ചയായും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ശാസ്താംകോട്ട താലൂക്ക് ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഈ പട്ടി കുറുകെ ചാടി നിരവധി ആക്സിഡൻറ്റ് പറ്റിയവരെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. വലിയൊരു അത്ഭുതം, ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാൽമുട്ട് നിലത്തിടിച്ചതിൽ എനിക്കിപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വെയിറ്റ് കൊടുത്ത് നടക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ യാതൊരു കുഴപ്പവും എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇത് പട്ടിയുള്ള സ്ഥലമാണോ? റോഡാണെന്ന് തോന്നുന്നു. ആ റോഡ് കുറച്ചൊരു പൊടി സ്പീഡിലുമാണ്. കാര്യം ആ റോഡ് നേരെയുള്ള റോഡായത് കാരണം അത് അനുവദനീയമായ സ്പീഡാണെങ്കിൽ തന്നെ ഇപ്പോൾ പട്ടി കണ്ടാൽ ബ്രേക്ക് പിടിക്കാൻ പറ്റിയ സ്പീഡും അല്ലത്. അതെ സാറേ, ഞാൻ സ്ഥിരം പോകുന്ന റോഡാണ്. എനിക്ക് 2 റോഡുകളുണ്ട്. ഒന്ന് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട മെയിൻ റോഡും. ഇതൊരു ചെറിയ റോഡാണെങ്കിൽ സാറേ നല്ല റോഡാണ്. പക്ഷേ അതിൽ തിരക്കുകളില്ല, വാഹനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ ഈ റോഡാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം കുറച്ച് വളവുകൾ കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്ററോളം റോഡ് സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ അവിടെ ഞാനൊരു അല്പം ഒരു 50 കിലോമീറ്റർ സ്പീഡിലായിരുന്നു വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് പട്ടി സൈഡിൽ നിന്ന് കയറിയ സ്ഥിതിക്ക് എനിക്കത് കാണാനും പോലും സാധിച്ചില്ല. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ബ്രേക്ക് പോലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ. നേരെ ചെന്ന് ഇടിച്ചു, ഞാൻ വീണു. അല്ല, ഞാൻ പറഞ്ഞ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിക്കുള്ള വലിയ അപകടം ഉണ്ടാകാനാകില്ല. നന്നായി അത് ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കാതെ നന്നായി. മാത്രമല്ല ഞാൻ ആ വിഷ്വൽ കാണുമ്പോൾ അത് ഓപ്പൺ ഹെൽമെറ്റ് ആണെന്ന് തോന്നുന്നു. മുഖവും താഴെ ഒന്നും തട്ടാത്ത നന്നായി എത്തി. അതെ സാറേ, അത് ഫേസ് ഓപ്പൺ ആയിട്ടുള്ള ഹെൽമെറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് എങ്ങനെ സാറേ എന്തോ അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ ജീവനോടെ ഇരിക്കുകയില്ല. എനിക്കത് വിശ്വസിക്കാനും പോലും കഴിയുന്നില്ല എന്ത് സംഭവിച്ചെന്നുള്ളത്. കാരണം ആ 20 മീറ്ററോളം എൻ്റെ മുഖം ആ റോഡിൽ ഉറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഷോൾഡർ ആയാലും ശരി, എൽബോ ആയാലും ശരി, മുട്ടായാലും ശരി, ഫ്രാക്ചർ സംഭവിക്കേണ്ട ഒരു വീഴ്ച തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. കാരണം ഇത്രയും വലിയൊരു ആഘാതത്തിൽ ഞാൻ വീണിട്ടും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അത്ഭുതം നല്ലതെ. റീബർത്ത് എന്ന് പറയാം. ഉറപ്പായും അത് പുനർജന്മം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം അത്ര വലിയ എന്തൊക്കെ സംഭവിക്കാം. എതിരെ മറ്റൊരു വണ്ടി വരാം. അത് തിരക്കുള്ള റോഡാണ്. എന്തൊക്കെ സംഭവിക്കാം. ഭാഗ്യം ഒന്നും സംഭവിച്ചില്ലല്ലോ.